Hi, next module is Fourier transforms. നമ്മുടെ 2019 സ്കീമിലെ മാത്സ് പേപ്പറാണ്, S2 മാത്സ് പേപ്പറാണ്, MAT 102. ഇതിലെ 5th മോഡ്യൂളാണ് ഫോറിയർ ട്രാൻസ്ഫോം. അതേപോലെ തന്നെ 2015 സ്കീമില് ഇനി സപ്ലൈ എഴുതാനുള്ളവർ കാണുമല്ലോ. 2015 സ്കീമിലെ S4 മാത്സ് MA 202 ഇവരുടെ 3rd മോഡ്യൂളാണ്. സെയിം ടോപ്പിക്കാണ് രണ്ടുപേർക്കും ഉള്ളത്. നമുക്കിത് പഠിച്ചു തുടങ്ങാം. ഇതിനകത്ത് ഫോറിയർ ഇന്റഗ്രൽസും ഉണ്ട്, ഫോറിയർ ട്രാൻസ്ഫോംസും ഉണ്ട്. തുടങ്ങാം. നമ്മുടെ ഫോർമുലയാണ് let f of x be a real valued function which is absolutely integrable, that is integral minus infinity to infinity f of x dx less than infinity and piecewise smooth. എന്താണ് f of x എന്ന് പറയുന്നത്? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അത് ആബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആണ്. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അതേപോലെ പീസ് വൈസ് സ്മൂത്തും ആണ്. അങ്ങനെയുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. അതിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ഈസ് ദ ഫംഗ്ഷൻ എഫ് ഒമേഗ. എഫ് ഓഫ് എക്സിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഒമേഗ. എഫ് ഒമേഗ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അതിന്റെ ഫോർമുലയാണ് 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇതിലൊന്ന് തിരിച്ച് എഫ് ഓഫ് എക്സ് എടുക്കാം. തിരിച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒമേഗയാണ്. ഇവിടുന്ന് തിരിച്ച് എഫ് ഓഫ് എക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒമേഗയാണ്. അതിന് പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഒമേഗ. എഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഒമേഗ. എഫ് ഓഫ് എക്സിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഒമേഗ. എഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താണ്? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സും എഫ് ഒമേഗയും തമ്മിലുള്ള റിലേഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒമേഗയാണ്. ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഒമേഗ. എഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എക്സ്. ഇനി ഇതിന് ബേസ് ഉള്ള പ്രോബ്ലം പഠിക്കാം. ഫസ്റ്റ് പ്രോബ്ലം ആണ് ഫൈൻഡ് ദ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്താണ് കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ? എഫ് ഒമേഗ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് ആൻഡ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം. എന്താണ് കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം? കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഒമേഗ. എന്താണ് എഫ് ഒമേഗയുടെ ഫോർമുല? എഫ് ഒമേഗ ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഒമേഗയാണ്. എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗയാണ്. അപ്പൊ എഫ് ഒമേഗയുടെ ഫോർമുല എന്താണ്? ഇവിടെ എക്സിൽ വരും, കണ്ടോ? എഫ് ഒമേഗ വരുമ്പോഴേ എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. അതായത് 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ് എഫ് ഓഫ് എക്സ്? ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണല്ലോ. ഇതിനെങ്ങനെ എഴുതാം? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇത് രണ്ടും ഇ റൈസ് ടു അല്ലേ? എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ഒന്ന് കമ്പൈൻഡ് ആക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് കെ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഒരു ഡി എക്സ് കണ്ടോ?
ഇതിനെ രണ്ടും കമ്പൈൻഡ് ആക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് കെ എക്സ് മൈനസ് ഐ ഒമേഗ എക്സ് എന്ന് വരും. മൈനസും ഒരു എക്സും വെളിയിലാക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് കെ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ? അതായത് 1/√2π. എന്താണ് ഇ റൈസ് ടുവിന്റെ ഇന്റഗ്രൽ? ഇ റൈസ് തന്നെയാണ്. ഇ റൈസ് ടു മൈനസ് കെ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ബൈ എന്തും കൂടെ വരും ഇ റൈസ് ടു ഇല്ലേ, ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയ മൈനസ് കെ പ്ലസ് ഐ ഒമേഗയും കൂടെ താഴെ വരും. മൈനസ് കെ പ്ലസ് ഐ ഒമേഗ. ലിമിറ്റ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ എന്തുണ്ട്? ഒരു കാര്യം കൂടെ ഉണ്ട്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നമ്മുടെ ഫോർമുലയിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണെങ്കിലും ഇവിടെ എക്സ് അല്ലേ വേരിയബിൾ, എക്സ് ഇവിടെ എക്സ് ഡി എക്സ്, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് പിന്നെ ഇവിടെ 0 ടു ഇൻഫിനിറ്റി പോരെ അല്ലേ? നമുക്ക് 0 ടു ഇൻഫിനിറ്റി മതി. കാരണം എക്സിന്റെ വാല്യൂ 0 മുതലേ ഉള്ളൂ. അപ്പൊ 0 ടു ഇൻഫിനിറ്റി, അപ്പൊ ലോവർ ലിമിറ്റ് 0 ആണ്. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? 1/√2π. ഒരു മൈനസ് ഉണ്ട്, കെ പ്ലസ് ഐ ഒമേഗ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്, അല്ല ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ഇ റൈസ് ടു 0 1 ആണ്. അപ്പൊ എന്ത് വരും ഇത്? അതായത് 0 മൈനസ് 1 എന്ന് വരും. അതായത് മൈനസ് 1/√2π കെ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു 0 മൈനസ് 1 എന്ന് വരും. അപ്പൊ ആൻസർ എന്ത് വരും? 1/√2π കെ പ്ലസ് ഐ ഒമേഗ എന്ന് കിട്ടി. ഇതെന്താണ് കിട്ടിയത്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആകെ എഫ് ഒമേഗ കിട്ടി കഴിഞ്ഞു. എഫ് ഒമേഗ ഈസ് 1/√2π ഇൻറ്റു കെ പ്ലസ് ഐ ഒമേഗ. ഇത് എഫ് ഒമേഗയാണ്. എഫ് ഒമേഗയാണ് കിട്ടിയത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്നും ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കാണണം. ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഫ് ഒമേഗ കണ്ടുപിടിച്ചില്ലേ, ഇവിടുന്ന് എഫ് ഓഫ് എക്സ് കാണാം. അതായത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കാണാം. എന്താണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സിന്റെ ഫോർമുല? എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പൊ ഇവിടുത്തെ വേരിയബിൾ ഒമേഗയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഒമേഗയാണ്. അപ്പൊ എന്ത് വരും? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. നമ്മുടെ സെക്കൻഡ് ഫോർമുല ഇത് വെച്ചാണ് അത് ചെയ്യുന്നത്. ഇനി ചെയ്യാൻ പോണത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇവിടുത്തെ പാരാമീറ്റർ ഒമേഗയാണ്. കണ്ടോ? എഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പൊ ഒമേഗയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തന്നെയാണ്. എക്സിന്റെ ലിമിറ്റ് ആയിരുന്നു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നപ്പോഴത്തേക്ക് 0 ടു ഇൻഫിനിറ്റി എന്ന് വന്നത്. ഇവിടെ ഒമേഗയുടെ ലിമിറ്റ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എന്താണ് എഫ് ഒമേഗ? നമുക്ക് നേരത്തെ കിട്ടിയില്ലേ ആൻസർ? അതാണ് എഫ് ഒമേഗ ഫോറിയർ ട്രാൻസ്ഫോം, കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം. അതായത് 1/√2π കെ പ്ലസ് ഐ ഒമേഗ. ഇനി എന്ത് വരും? ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗയും കൂടെ വരും അല്ലേ? ഈ √2πയും ഈ √2πയും കൂടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് 1/2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എന്താണ് ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് എന്ന് പറഞ്ഞത്? ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പൊ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് എന്താണ്? കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് ബൈ കെ പ്ലസ് ഐ ഒമേഗ ഡി ഒമേഗ. അപ്പൊ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് എന്ന് പറയുന്നത് കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് ബൈ ഒരു കെ പ്ലസ് ഐ ഒമേഗ ഉണ്ട് ഇൻറ്റു ഡി ഒമേഗ. ഇനി എന്താണ് പ്രശ്നം? ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് കിടക്കുകയാണ്. കോംപ്ലക്സ് നമ്പർ, അതായത് കെ പ്ലസ് ഐ ഒമേഗ അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഈ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് മാറ്റാൻ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് ഇൻറ്റു ചെയ്യും അല്ലേ? എന്താണ് ഇതിന്റെ കോഞ്ചുഗേറ്റ്? കെ മൈനസ് ഐ ഒമേഗ മുകളിലും താഴെയും ഇൻറ്റു ചെയ്യും. അതായത് ഒരു 1/2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
cos omega x plus I sin omega x k plus I omega into k minus I omega അത് മുകളിലും ഇൻറ്റു ചെയ്യും k minus I omega d omega കണ്ടോ. ഇനി എന്ത് വരും? അതൊന്ന് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് 4 ടേംസ് വരും. 1/2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ ഡിനോമിനേറ്റർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് വരും? കെ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നല്ലേ? ആ താഴെ വരുന്നത് കെ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്നാണ്. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ കെ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. എന്താണ് ഐ സ്ക്വയർ? ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ എന്ത് വരും? കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി എന്താണ്? ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് ആദ്യം കെ ഇൻറ്റു കോസ് ഒമേഗ എക്സ്, കെ കോസ് ഒമേഗ എക്സ്. അടുത്തെന്ത് വരും? കെ ഐ പ്ലസ് കെ ഐ സൈൻ ഒമേഗ എക്സ്. മൈനസ് ഐ ഒമേഗ എടുക്കുമ്പോഴോ മൈനസ് ഐ ഒമേഗ കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ മൈനസ് ആണ്, പ്ലസ് ആകും. പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഒരു ഡി ഒമേഗയും കൂടെ ഉണ്ട് അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഐ ഉള്ളതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും, ഐ ഇല്ലാത്തതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും. ഇവിടെ റിയൽ പാർട്ടിനെ സെപ്പറേറ്റ് ആക്കാം, ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ആക്കാം. അതായത് ഒരു 1/2π വെളിയിലുണ്ട്. പിന്നെന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. റിയൽ പാർട്ട് വരുന്നതാണ്. ഐ ഇല്ലാത്തതൊക്കെ റിയൽ പാർട്ട്. ഐ ഇല്ലാത്ത എന്താണ്? കെ കോസ് ഒമേഗ എക്സ്, കെ കോസ് ഒമേഗ എക്സ്. ഇതിൽ ഐ ഉണ്ട്, ഇതിലും ഐ ഉണ്ട്. പിന്നെ എന്താണ്? ഒമേഗ സൈൻ ഒമേഗ എക്സ്, ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അത്രയും ഒരു ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റി. ബൈ ഡിനോമിനേറ്റർ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് അടുത്ത ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എന്താണ്? ഐ വരുന്ന പാർട്ട്. ഐ വരുന്ന എവിടെയൊക്കെയാണ്? ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. രണ്ടിൽ നിന്നും ഐ കോമൺ ആയിട്ട് വെളിയാക്കാം. ഐ ബാക്കി എന്ത് വരും? കെ സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. കണ്ടോ? രണ്ട് ഇന്റഗ്രലായിട്ട് മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്? റിയൽ പാർട്ട് പ്രത്യേകിച്ചാക്കി, ഇമാജിനറി പാർട്ട് പ്രത്യേകിച്ചാക്കി. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഐ വരുന്നതാണ്. ആ രണ്ടിൽ നിന്നും ഐ പുറത്താക്കിയിട്ട് ഒരു ഇന്റഗ്രേഷൻ കൂടെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? ഓടാണോ ഈവനാണോ നോക്കാം. ഓടാണെങ്കിൽ നമുക്ക് 2 ടൈംസ് വരും. ഈവൻ ആണെങ്കിൽ എന്താണ്? 0 എന്നും കിട്ടും. അപ്പൊ ഇതിൽ ഓടാണോ ഈവനാണോ നോക്കാം. ഇവിടെ ഇടയ്ക്ക് എന്താണ്? ഇവിടെ ഒരു പ്ലസ് ആയിരുന്നു. കെ കോസ് ഒമേഗ എക്സ് പ്ലസ് ആണ്, ഇൻഡു അല്ല. കെ കോസ് ഒമേഗ പ്ലസ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. നമ്മൾ ഓടാണോ ഈവനാണോ നോക്കിയാണേ. ഇവിടുത്തെ പാരാമീറ്റർ ആരാണ്? ഡി ഒമേഗ. ഒമേഗയാണ് വേരിയബിൾ. ഡി ഒമേഗ. അപ്പൊ ഒമേഗയ്ക്കാണ് നമ്മൾ മൈനസ് എന്ന് കൊടുക്കുന്നത്. ഒമേഗ പറഞ്ഞെടുത്ത് മൈനസ് ഒമേഗ എന്ന് കൊടുക്ക്. എന്താണ്? കോസ് മൈനസ് ഒമേഗ എക്സ്. മൈനസ് വെളി വരില്ലല്ലോ. കോസ് ഓഫ് മൈനസ് തീറ്റ വെറും കോസ് തീറ്റയാണ്. അപ്പൊ കോസ് ഓഫ് മൈനസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് തന്നെയാണ്. ഇവിടുത്തെ ഒമേഗയിൽ മൈനസ് കൊടുത്താലോ മൈനസ് ഒമേഗ സൈൻ മൈനസ് ഒമേഗ എക്സ്. സൈൻ മൈനസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് സൈൻ തീറ്റയാണ്. സൈൻ ഒമേഗ ഓടാണ്. പക്ഷെ ഇവിടെ ഒമേഗയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ രണ്ട് മൈനസ് കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ ഇതെന്താണ്? ഇത് രണ്ടും ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലേ? ഇതെടുത്താലും ഈവൻ തന്നെയാണ്. ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലേ? ഒമേഗയ്ക്ക് നമ്മൾ മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് മൈനസ് പുറത്ത് വരുന്നില്ല. ഇവിടെ കോസ് മൈനസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ വെറും കോസ് ഒമേഗ എക്സ് ആണ്. അപ്പൊ അത് ഈവൻ ആണ്. ഇവിടെ ഒമേഗയ്ക്ക് മൈനസ് ഒമേഗ എന്ന് കൊടുക്കും. സൈൻ മൈനസ് ഒമേഗ എക്സ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് പുറത്ത് വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെ ഇവിടെ പ്ലസ് ആയി. അപ്പൊ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അത് നോക്കാം. നമ്മൾ ഒമേഗയ്ക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഡി ഒമേഗ വന്നിട്ടുള്ളത് കൊണ്ട് ഒമേഗയാണ് കോസ് ആണ് മൈനസ് കൊടുത്ത് നോക്കണത്. ഡി എക്സ് ആയിരുന്നെങ്കിൽ എക്സിന് മൈനസ് കൊടുത്ത് നോക്കുമായിരുന്നു. ഇവിടെ ഒമേഗയാണല്ലോ വേരിയബിള്. എന്താണ്? സൈൻ മൈനസ് ഒമേഗ എക്സ് എന്താണ്? മൈനസ് പുറത്ത് വരും. അപ്പൊ ഇത് ഓടാണ്. ഇതാണെങ്കിലോ മൈനസ്
ഒമേഗ കോസ് മൈനസ് ഒമേഗ എക്സ്. ഇവിടുന്ന് മൈനസ് പുറത്ത് വരില്ലെങ്കിലും ഇവിടുത്തെ മൈനസ് ഉണ്ട്. അപ്പൊ രണ്ടും ഓടല്ലേ, അത് ഓട് ഫംഗ്ഷനാണ്. അപ്പൊ അതിന്റെ ആൻസർ 0 ആണ്. പോയില്ലേ? അപ്പൊ ഇത്രയും 0 വേണ്ട, കാരണം ഓട് ഫംഗ്ഷനാണ്. ഓട് ഫംഗ്ഷനാണ്, അപ്പൊ ആൻസർ 0. അപ്പൊ ഇനി ഇത്രയല്ലേ ഉള്ളൂ. ഇതിനെങ്ങനെ എഴുതാം? 1/2π ഉണ്ടായിരുന്നു. 2 ടൈംസ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ടൈംസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി k cos ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത് തന്നെയാണ് ആൻസർ. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്? ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അതായത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഫോറിയർ ഇന്റഗ്രൽ ഫോമിൽ നമുക്ക് മാറ്റി എഴുതണം. ഫോറിയർ ഇന്റഗ്രൽ ഫോമിൽ കണ്ടോ, ഈ 2 × 2 വെട്ടിക്കളയാം. അപ്പൊ എന്താണ് കിട്ടിയത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി കെ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇത് തന്നെയാണ് ആൻസർ. അല്ലാതെ ഇതിന് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇന്റഗ്രൽ ഫോമിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇന്റഗ്രൽ ഫോമിൽ കിട്ടിക്കഴിഞ്ഞു. ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് ആൻസർ. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? നമുക്ക് എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ കണ്ടുപിടിച്ചു. ആ എഫ് ഒമേഗയിൽ നിന്നും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആയ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. അത് കിട്ടുന്ന ഇന്റഗ്രൽ ഫോർമാറ്റ് തന്നെയാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഫംഗ്ഷൻ എന്താണ്? 1 ഉം 0 ഉം. 1 ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1, 0 അതർവൈസ്. പിന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഷോ ചെയ്യണം ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു π/2 എന്ന്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫോറിയർ ട്രാൻസ്ഫോം. അതായത് ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? എഫ് ഒമേഗ. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഒമേഗ. എഫ് ഒമേഗ എന്താണ്? എഫ് ഒമേഗയുടെ ഫോർമുല എഫ് ഒമേഗ ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. കണ്ടോ, എഫ് ഒമേഗ വരുമ്പോ ഇവിടെ എല്ലാ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. അതായത് 1/√2π എന്താണ്? മൈനസ് ഇൻഫിനിറ്റി പോലെ ഇൻഫിനിറ്റി ഉണ്ടോ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. എക്സിന്റെ വാല്യൂ എന്താണ്? മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ -1 to +1 എന്നാണ്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇല്ല. ഫോർമുല അതാണെങ്കിലും നമുക്ക് വാല്യൂ എന്തേ ഉള്ളൂ? -1 to 1 ഉള്ളൂ. കണ്ടോ? ഇനി എന്ത് ചെയ്യാം? അതായത് ഇപ്പൊ എന്തായി? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അല്ല, മൈനസ് ഇൻഫിനിറ്റി ഇല്ല, -1 to 1 ഇന്റഗ്രൽ -1 to 1. എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്താണ്? കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ്. ഇനി എന്ത് നോക്കാം? ഇന്റഗ്രൽ -1 to 1 ആണ്. അപ്പൊ നമുക്ക് ഓഡ് ആണോ ഈവൻ ആണോ നോക്കാം. ഇതിൽ ആരാണ് ഓഡ്, ആരാണ് ഈവൻ? അതായത് എങ്ങനെ വരും? 1/√2π രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റുമ്പോൾ ഇന്റഗ്രൽ -1 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് ഐ ഇന്റഗ്രൽ -1 to 1 സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതിൽ ഒരാൾ ഓഡ് ആയിരിക്കും, ഒരാൾ ഈവൻ ആയിരിക്കും. എങ്ങനെ നോക്കാം? ഇവിടെ ഡി എക്സ് ആണ്, എക്സ് ആണ് വേരിയബിൾ. അപ്പൊ എക്സിന് മൈനസ് കൊടുത്ത് നോക്കുക. മൈനസ് വെളി വരുമോ? കോസ് മൈനസ് ഐ ഒമേഗ കോസ് മൈനസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് തന്നെയാണ്. മൈനസ് പുറത്ത് വരുന്നില്ല. അപ്പോൾ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ടേം ഈവൻ ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് ടേം എന്താണ്? സൈൻ ആണ്. സൈനിന് മൈനസ് വെളിയിൽ വരും. അപ്പൊ അത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആൻസർ എന്തായി? 0 ആയി. കാരണം ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആണ്. ഇത് ഈവൻ ഫംഗ്ഷൻ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ഒരു 1/√2π ഉണ്ട്. നമുക്ക് 2 ടൈംസ് ഇന്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലേ?
ഇവിടെ എന്ത് വരും? ഒരു 2 √2 കൂടെ വെട്ടിക്കളഞ്ഞാൽ മുകളിൽ √2 ബൈ പൈ അല്ലേ? ഇനി എന്താണ് ഇന്റഗ്രൽ ഓഫ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ കോസിന്റെ ഇന്റഗ്രൽ ആണ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ലിമിറ്റ് 0 to 1. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് √2 ബൈ പൈ സൈൻ ഒമേഗ ബൈ ഒമേഗ. ലോവർ ലിമിറ്റ് 0 കൊടുത്താലോ സൈൻ 0 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് കൊടുക്കണ്ട. ഇതാണ് ആൻസർ കിട്ടിയത്. എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞു. എഫ് ഒമേഗയാണ് കിട്ടിയത്. ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗയാണ് √2 ബൈ പൈ സൈൻ ഒമേഗ ബൈ ഒമേഗ ആണ് കിട്ടിയത്. ഇതിന്റെ ഒരു പാർട്ട് ആയുള്ള ആൻസർ മൊത്തം ആയില്ല. ഇനി എന്ത് ചെയ്യണം? അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്താണ്? ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഫ് ഒമേഗയിൽ നിന്നും എഫ് ഓഫ് എക്സ് കാണണം, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കാണണം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം അത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക്, ഫോറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കിട്ടും. അതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അത് കണ്ടുപിടിക്കാം. ഇനി ഫോറിയർ ഇന്റഗ്രൽ ട്രാൻസ്ഫോം, അതായത് എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഫോർമുല 1/√2 പൈ ഇന്റഗ്രൽ -∞ to ∞ എഫ് ഒമേഗ e റൈസ് ടു i ഒമേഗ എക്സ് ഡി ഒമേഗയാണ്. ഇതെന്ത് ചെയ്യാം? 1/√2 പൈ. ഇവിടെ വാരിയബിൾ ഒമേഗയാണ്. കണ്ടോ? ഈ ഒമേഗയ്ക്ക് റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. എക്സിനാണ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ആണ് -1 to +1. ഒമേഗയ്ക്കല്ല. ഇവിടുത്തെ വേരിയബിൾ ഒമേഗയാണ്. ഒമേഗയുടെ ലിമിറ്റ് എന്താണ്? -∞ to ∞ തന്നെയാണ്. ഇന്റഗ്രൽ -∞ to ∞ എഫ് ഒമേഗ എന്താണ്? √2 ബൈ പൈ സൈൻ ഒമേഗ ബൈ ഒമേഗ e റൈസ് ടു i ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ്. എന്താണ്? ഇവിടെ മുകളിൽ √2 ഉണ്ട്, ഇവിടെ താഴെ √2 ഉണ്ട്. രണ്ടും കൂടെ വെട്ടി പോകുമ്പോൾ അതങ്ങ് പോകും. പിന്നെ എന്താണ്? √π × √π 1/π ഇന്റഗ്രൽ 0 -∞ to ∞ സൈൻ ഒമേഗ ബൈ ഒമേഗ. എന്താണ്? e റൈസ് ടു i ഒമേഗ എക്സ് കോസ് ഒമേഗ എക്സ് പ്ലസ് i സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇങ്ങനെ മാറ്റി എഴുതി. ഇതിനെ എന്ത് ചെയ്യാം? രണ്ട് ഇന്റഗ്രേഷനായിട്ട് മാറ്റി വെക്കാം. അതായത് വെളിയിലൊരു 1/π ഉണ്ട്, ഇന്റഗ്രൽ -∞ to ∞, ഇത്രയും ഒരു പാർട്ട്. അപ്പൊ എന്താണ്? സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അത്രയും ഒരു ഇന്റഗ്രേഷൻ. സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ പ്ലസ് അടുത്തെന്താണ്? ഇന്റഗ്രൽ -∞ to ∞. അടുത്തതിൽ ഒരു ഐ ഉണ്ട്. ഐയെ വെളിയിലാക്കാം. ഐ. പിന്നെ എന്താണ്? സൈൻ ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. സൈൻ ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എന്ത് നോക്കണം? ഒരാൾ ഓടായിരിക്കും, ഒരാൾ ഈവൻ ആയിരിക്കും. കാരണം എന്താണ്? ഇന്റഗ്രൽ -∞ to ∞ ആണ്. അപ്പൊ നമുക്കിത് ഓടാണോ ഈവൻ ആണോ നോക്കാം. ആരാണ് ഓഡ്, ആരാണ് ഈവൻ? ഇവിടെ ഡി ഒമേഗയാണ്. അപ്പൊ ഒമേഗയ്ക്ക് നമ്മൾ മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ ഒമേഗ സൈൻ ഓഫ് മൈനസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ മൈനസ് ഒമേഗ. അപ്പൊ രണ്ടും കൂടെ വെട്ടിപ്പോകും. പിന്നെ കോസ് ഓഫ് മൈനസ് ഒമേഗ എക്സിൽ മൈനസ് വെളിയിൽ വരില്ല. അപ്പൊ ഇതെന്ത് ഫംഗ്ഷനാണ്? ഇത് ഓഡ് അല്ല ഈവൻ ഫംഗ്ഷനാണ്. കാരണം ഇവിടെ ഈ നമ്മൾ ഈ ഒമേഗ പറഞ്ഞാൽ എല്ലായിടത്തും മൈനസ് കൊടുക്കും. ഇവിടെ മൈനസ് വെളിയിൽ വരും, ഇവിടെയും മൈനസ് വെളിയിൽ വരും, ഇവിടെ വെട്ടിപ്പോകും. ഇവിടെ മൈനസ് വെളിയിൽ വരുന്നില്ല. അപ്പോൾ ഈവൻ ഫംഗ്ഷനാണ്. ഇവിടെ എന്താണ്? സൈൻ മൈനസ് വെളിയിൽ വരും, ഒമേഗയിലും മൈനസ് വരാണ്ട് ഇവിടെ വെട്ടിപ്പോകും. വീണ്ടും സൈനിൽ മൈനസ് വരും. അപ്പൊ എന്ത് ഫംഗ്ഷനാണ്? ഓഡ് ഫംഗ്ഷൻ തന്നെയാണ്. കണ്ടോ? നമ്മൾ ഒമേഗ ഉള്ള എല്ലായിടത്തും മൈനസ് കൊടുക്കും. ഇവിടെയും മൈനസ് കൊടുക്കും. ഇവിടെ മൈനസ് വെളിയിൽ വരും, ഇവിടെയും മൈനസ് വെളിയിൽ വരും, രണ്ടും കൂടെ വെട്ടിപ്പോകും. ഇവിടെ മൈനസ് വെളിയിൽ വരുന്നില്ല. അപ്പൊ ടോട്ടലി മൈനസ് ഇല്ല, ഈവൻ ഫംഗ്ഷൻ. ഇവിടെ എന്താണ്? മൈനസ് ഉണ്ടോ വെട്ടിപ്പോകും, മൈനസ് വീണ്ടും വരും. അപ്പൊ ഓഡ് ഫംഗ്ഷന്റെ ആൻസർ എന്താണ്? 0 ആണ്. ഓഡ് ഫംഗ്ഷൻ വരുമ്പോൾ ആൻസർ 0 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഇത് ഈവൻ ആയതുകൊണ്ട് നമുക്ക് 2 ടൈംസ് അല്ലേ? ഇന്റഗ്രൽ 0 to ∞ സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടിക്കഴിഞ്ഞു.
അപ്പൊ എന്താണ് കിട്ടിയത്? 2/π ഇന്റഗ്രൽ 0 to infinity sin omega by omega cos omega x d omega. ഇതെന്താണ്? ഇതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആയ എഫ് ഒമേഗയാണ് കിട്ടി കഴിഞ്ഞത്. എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആയ എഫ് ഒമേഗയാണ് ഈ കിട്ടി കഴിഞ്ഞത്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു പാർട്ട് കൂടെ പ്രൂവ് ചെയ്യാനുള്ളത്. നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? ആദ്യം കണ്ടുപിടിച്ചത് എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ കണ്ടുപിടിച്ചു. അവിടുന്ന് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ആണ് കിട്ടിയത്. ഈ എന്താണ്? ഇതാണ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഈ പാർട്ട് കൂടെ പ്രൂവ് ചെയ്യണത്. അപ്പൊ എന്താണ് കിട്ടിയത്? 2/π ഇന്റഗ്രൽ 0 to infinity sin omega by omega cos omega x d omega എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ തിരിച്ചെഴുതി കണ്ടോ? 2/π ഇന്റഗ്രൽ 0 to infinity sin omega by omega cos omega x d omega equal to എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ 1 ആണ്. അതായത് -1നും +1നും ഇടയ്ക്കാണ് എക്സ് എങ്കിൽ 1 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 1 ഫോർ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. -1നും +1നും ഇടയ്ക്കാണെങ്കിൽ -1നും +1നും ഇടയ്ക്കാണെങ്കിൽ 1. 0 അതർവൈസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മോഡ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 0. അപ്പൊ ഇതെന്താണ്? ഈ 1 വരുന്നത് -1നും +1നും ഇടയ്ക്ക്. അപ്പൊ എന്താണ് -1ന്റെയും +1ന്റെയും വാല്യൂ? ഇഫ് എക്സ് ഈക്വൽ ടു +or -1, +1ന്റെയും -1ന്റെയും ഇടയ്ക്കാണെങ്കിൽ 1 ആണ്, വെളിയിലാണെങ്കിൽ 0 ആണ്. അപ്പൊ +1നും -1നും എന്താണ് വാല്യൂ? എക്സിന്റെ വാല്യൂ +1 -1 വന്നാൽ എന്താണ് വാല്യൂ? ഇങ്ങനെ പറഞ്ഞ സന്ദർഭങ്ങളിൽ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ അറ്റം -1, മറ്റേത് 1, അതിന്റെ ആവറേജ് ആണ്. അല്ല സോറി, -1 വന്നാലും 1, +1 വന്നാലും 1, അതിന്റെ ആവറേജ് ആണ്. -1 വന്നാലുള്ള വാല്യൂ എന്താണ്? അതായത് എഫ് ഓഫ് -1 പ്ലസ് എഫ് ഓഫ് 1/2 ഇങ്ങനെയാണ് നോക്കേണ്ടത്. ലോവർ ലിമിറ്റായ -1 കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂവും അപ്പർ ലിമിറ്റായ +1 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിന്റെയും /2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. എന്താണ് എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ? മൈനസ് ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 1 ആണ്, പ്ലസ് ലിമിറ്റ് കൊടുക്കുമ്പോഴും 1 ആണ്. അപ്പൊ അതിന്റെ /2 എന്താണ്? ഇവിടെ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, സോറി. എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് -1 എന്നല്ല നമ്മൾ എടുക്കുന്നത്. ഹാഫ് എഫ് ഓഫ് എക്സ് മൈനസ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് എന്നാണ്. അതായത് ഈ വാല്യൂ 1, അതർവൈസ് 0, അത് രണ്ടിന്റെ ആവറേജ് ആണ്. 1/2 ഓഫ് 1 + 0 ഇതാണ് എടുക്കേണ്ടത്. ഈ വാല്യൂ -1നും +1നും ഇടയ്ക്ക് 1 ആണ്, അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 0. ആ രണ്ട് വാല്യൂവിന്റെയും ആവറേജ് ആണ് ഇതിന്റെ എക്സ്ട്രീം പൊസിഷൻ വരുന്നത്. അപ്പൊ -1നും +1 ആ ഇടയ്ക്ക് വരുന്ന ആ ഭാഗത്ത് 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 0 ആണ്, അത് രണ്ടിന്റെ ആവറേജ് ആണ്. 1 + 0/2, അതായത് 1/2. ആ 1/2 ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അതായത് ഈ 1ന്റെയും ഈ 0യുടെയും ആവറേജ് /2, 1/2 ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ എന്ത് കിട്ടി? ഇനി വേണ്ടത് ഈ കിട്ടിയ ആൻസറിൽ നിന്നും നമ്മൾ ഇവിടെ എത്തിക്കണം. ഇതും ഇതോടുള്ള ബന്ധം എന്താണ്? ഇവിടെയുള്ള cos omega x കാണാനില്ല, അല്ലേ? അപ്പൊ എക്സിന് എന്ത് വാല്യൂ കൊടുത്താൽ ഈ cos omega x മാറി കിട്ടും? cos 0 1 ആണ്. അപ്പൊ എക്സിന് 0 കൊടുത്താൽ ഇവിടെ cos 0 വരും, അത് 1 വരും. അപ്പൊ ഇവിടെ ആൻസറിൽ cos omega x ഇല്ല.
അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ എക്സിന് 0 കൊടുക്കുക. പുട്ട് എക്സ് ഈക്വൽ ടു 0. അപ്പൊ എന്ത് വരും? 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു, നമ്മൾ എക്സിന് 0 ആണ് കൊടുത്തത്. എക്സിന് 0 കൊടുക്കുമ്പോൾ വാല്യൂ ഏതാണ്? ഇതിന് മൂന്നിലും ഏത് വാല്യൂ ആണ്? 0 എന്ന് പറയുമ്പോഴേ -1നും +1നും ഇടയ്ക്കല്ലേ 0 എന്നുള്ള വാല്യൂ. അതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എക്സിന് 0 വരുമ്പോഴേ -1നും +1നും ഇടയ്ക്കാണ്. അതിന്റെ വാല്യൂ 1 ആണ്. ഇതെന്തായി? ഈ 2/π അപ്പത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ ഈക്വൽ ടു π/2 എന്ന് കിട്ടിയില്ലേ? ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടായിരുന്നത്? അത് കിട്ടിക്കഴിഞ്ഞില്ലേ? ഓക്കെ, താങ്ക് യു.